യുക്രൈൻ അധിനിവേശത്തിനു പിന്നാലെ യൂറോപ്പിനെ ലക്ഷ്യം വെച്ച് റഷ്യയുടെ നിഴൽ യുദ്ധം. യൂറോപ്പിന്റെ കടലിനടിയിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ റഷ്യ ലക്ഷ്യം കണ്ടെത്തി. ഗ്യാസ് കൈമാറ്റം, വൈദ്യുതി ഗതാഗതം, ആശയവിനിമയം എന്നിവ ഉറപ്പാക്കാൻ ഉപയോഗിക്കുന്ന അണ്ടർ വാട്ടർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ശൃംഖല യൂറോപ്പിലുണ്ട്. 2022 മുതൽ ബാൾട്ടിക് കടലിൽ മാത്രം 6 അട്ടിമറികൾ നടന്നിട്ടുണ്ടെന്നാണ് സംശയിക്കപ്പെടുന്നത്. കൂടാതെ 2023 മുതൽ കടലിനടിയിലെ കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി 11 കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് റഷ്യയുടെ നിഴൽ യുദ്ധം? യൂറോപ്പിനെ തകർക്കുന്നതിലൂടെ റഷ്യ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? വിശദമായി പരിശോധിക്കാം. ബാൾട്ടിക്സ് മുതൽ നോർഡിക്സ് വരെയും ബ്രിട്ടീഷ് സമുദ്രാതിർത്തികൾ വരെയും ഭൂഖണ്ഡത്തിൽ ഉടനീളം റഷ്യൻ ഭീഷണി അനുഭവപ്പെടുന്നുണ്ട്. ബ്രിട്ടീഷ് ആണവ അന്തർവാഹിനികളെ നിരീക്ഷിക്കാൻ വിന്യസിച്ചിട്ടുണ്ടെന്ന് കരുതപ്പെടുന്ന റഷ്യൻ സെൻസറുകൾ ബ്രിട്ടീഷ് ജലാശയങ്ങളിൽ നിന്ന് കണ്ടെത്തിയ സംഭവമാണ് ഏറ്റവും ഒടുവിലത്തേത്. ഇത് സംശയത്തിന് ആക്കം കൂട്ടി. എന്നാൽ കടലിനടിയിലെ അട്ടിമറി ഇത്ര അപകടകരമാകുന്നത് എങ്ങനെയാണ്? വെള്ളത്തിനടിയിലുള്ള അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താൻ വളരെ എളുപ്പവും റഷ്യക്കെതിരെ തെളിവ് കിട്ടാൻ പ്രയാസവുമാണെന്നതാണ് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നത്. റഷ്യക്കെതിരെ നിർണായകമായ തെളിവുകൾ കണ്ടെത്തിയാലും ശിക്ഷിക്കുന്നതിന് പരിമിതികളുണ്ട്. കാരണം ഒരു രാജ്യത്തിന് അതിന്റെ സമുദ്രാതിർത്തിക്ക് പുറത്ത് കരയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെ നീളുന്ന ഒരു കപ്പൽ പിടിച്ചെടുക്കാൻ കഴിയില്ല. ആക്രമണം നടത്താൻ കപ്പലിന്റെ നങ്കൂരം താഴ്ത്തി കടൽ തീരത്തിലൂടെ വലിച്ചിടുകയേ വേണ്ടൂ. കാരണം യൂറോപ്യൻ കടലുകൾ വളരെ ആഴം കുറഞ്ഞതാണ്. ബാൾട്ടിക് കടലിന്റെ ശരാശരി ആഴം 52 മീറ്ററും ഫിൻലാൻഡ് ഉൾക്കടലിന്റേത് 38 മീറ്ററും മാത്രമാണ്. യൂറോപ്പിനെതിരെ റഷ്യ നടത്തുന്ന നിഴൽ യുദ്ധത്തിന്റെ ഭാഗമാണ് കടൽ തീര അട്ടിമറി. സൈബർ ആക്രമണങ്ങൾ, തീവയ്പ്, പാഴ്സൽ ബോംബുകൾ, തെരഞ്ഞെടുപ്പ് ഇടപെടൽ, തെറ്റായ വിവരങ്ങൾ നൽകുന്ന പ്രചാരണങ്ങൾ, വിമതരെയും കൂറുമാറിയവരെയും ഉപദ്രവിക്കൽ, കൊലപ്പെടുത്തൽ എന്നിവയ്ക്കും റഷ്യ ഉത്തരവാദിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കടലിനടിയിലെ ആക്രമണങ്ങൾ യൂറോപ്പിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? കടലിനടിയിലെ അട്ടിമറി മൂലം യൂറോപ്പിൽ ഇതുവരെ കാര്യമായ തടസ്സങ്ങൾ സംഭവിച്ചിട്ടില്ല. എങ്കിലും എന്ത് സംഭവിക്കുമെന്നതിന്റെ സൂചനകളുണ്ട്. കഴിഞ്ഞ വർഷം ഒരു അണ്ടർ വാട്ടർ കേബിളിന്റെ തകരാറിനെ തുടർന്ന് എസ്തോണിയയിൽ ഊർജ്ജ ബില്ലുകൾ 10% വർദ്ധിച്ചതായി പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നു. യൂറോപ്പ് കടലിനടിയിലെ അടിസ്ഥാന സൗകര്യങ്ങളെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന്, യൂറോപ്യൻ യൂണിയന്റെ ഗ്യാസ് വിതരണത്തിന്റെ 1/3 നോർവേ കടലിനടിയിലെ പൈപ്പ് ലൈനുകൾ വഴിയാണ് നൽകുന്നത്. അയർലൻഡിന് അതിന്റെ വൈദ്യുതിയുടെ 10% കടലിനടിയിലെ കേബിളിൽ നിന്നാണ് ലഭിക്കുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട്. സ്വീഡൻ, ഫിൻലൻഡ്, ജർമ്മനി, ലാത്വിയ, എസ്റ്റോണിയ എന്നിവിടങ്ങൾക്കിടയിലുള്ള ഗ്യാസ് പവർ ലിങ്കുകളും ബെർലിനും ഫിൻലാൻഡിലും തമ്മിലുള്ള ആശയവിനിമയ കേബിളും റഷ്യ ലക്ഷ്യമിടുന്ന കേബിളുകളിൽ ഉൾപ്പെടുന്നു. നിലവിലെ സാഹചര്യങ്ങളിൽ ഇത്തരം അട്ടിമറി പ്രവർത്തനങ്ങൾ റഷ്യയ്ക്ക് ഉപയോഗപ്രദമാണെന്ന് പറയാൻ കഴിയും.